Student Police Cadet Project is a new venture put forward by Kerala Home Department along with the help of Education Department to inculcate in students from the secondary school level itself law-abiding a way of life. It also develops in them certain fine feelings, love for nature, love for fellow beings, love for his country, and love for universal brotherhood. Certain schools have already launched this project in their schools and have attained marvelous results. Though the activities of these schools are widely appreciated, the students, teaching fraternity, and the public, which include parents, have certain anxieties about the project. Today, we have with us the master brain behind this fabulous project, Thiruvananthapuram City Police Commissioner Sri P. Vijayan IPS, to wipe out all our anxieties. We are fortunate to have the founder of the project himself with us to share his anticipations about this wonderful project. കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കി വരുന്ന സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്? സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്നുള്ള പദ്ധതി ഒരു സ്കൂൾ ബേസ്ഡ് 2 ഇയർ ട്രെയിനിങ് പ്രോഗ്രാമാണ്. 2 വർഷത്തെ പരിശീലന പദ്ധതിയാണ്. പൗരബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും നിയമം സ്വമേധയാ അനുസരിക്കുന്ന കാര്യശേഷിയുള്ള ഒരു യുവ സമൂഹത്തെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. ഇത് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ഒരു വ്യക്തിയുടെയും ഒരു സമൂഹത്തിൻ്റെയും സർവോന്നതമായ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഗുണങ്ങളാണ്. ഇത് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരു പരിശീലന പദ്ധതിയാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്നുള്ള പദ്ധതി. സർ, ഇങ്ങനൊരു പ്രോജക്റ്റ് തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? കാരണം ഇപ്പോൾ തന്നെ NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ് അങ്ങനെ ഒത്തിരി പ്രോജക്റ്റുകൾ നമ്മുടെ സ്കൂളുകളിലുണ്ട്. ഇതിൽ നിന്നൊക്കെ എന്ത് വ്യത്യാസമാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന പദ്ധതിക്കുള്ളത്? സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്നുള്ളതൊരു വ്യക്തമായിരിക്കുന്ന NSSൽ നിന്നും NCCയിൽ നിന്നുമൊക്കെ വ്യക്തമായിരിക്കുന്ന ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്ന കാര്യമാണ്. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് നമ്മുടെ സമൂഹത്തിലല്ല, നമ്മളൊക്കെ സമൂഹത്തിൻ്റെ ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലക്കും ഒരു രാജ്യത്തെ പൗരൻ എന്നുള്ള നിലക്കുമൊക്കെ നമ്മൾ സമൂഹത്തിൻ്റെ ചില പോരായ്മകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ശാരീരിക ക്ഷമത കുറവുള്ള കുട്ടികൾ ഒത്തിരി വരുന്നു, അല്ലെങ്കിൽ ശാരീരക്ഷമത കുറഞ്ഞു വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ജനത്തിൻ്റെ അടുത്ത് നോക്കിയാൽ നിയമം അനുസരിക്കുക എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് സമൂഹത്തിൽ താരതമ്യേന കുറഞ്ഞു വരുന്നു എന്നൊക്കെ നമ്മൾ പരാതിപ്പെടാറുണ്ട്. അങ്ങനെ നമ്മൾ എവിടെയെല്ലാം പരാതികളായിട്ട് വരുന്ന കാര്യങ്ങളുണ്ടോ ആ പരാതികളെല്ലാം പരാതിക്കാരുടെ പക്ഷത്ത് നിൽക്കാതെ പരിഹാരത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്നുള്ളൊരു പദ്ധതിയുണ്ട്. അതുമാത്രമല്ല 10 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിൽ എല്ലാം നിറസാന്നിധ്യമായി നിൽക്കാൻ പോകുന്നത് ഇന്നത്തെ 8ാം ക്ലാസ്സുകാരനാണ്. അവനായിരിക്കും ഈ രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറഞ്ഞു, അവനായിരിക്കും ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. അവനാവശ്യമായിരിക്കുന്ന ഒരു ട്രെയിനിങ് അവൻ്റെ മനോഭാവത്തിലും അവൻ്റെ ശാരീരക്ഷമതയിലും അവൻ്റെ കഴിവിലും എല്ലാം തന്നെ വ്യക്തമായിരിക്കുന്ന ഒരു മാറ്റം നമുക്ക് ചെറിയ ഏജിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു വലിയൊരു മാറ്റം രാജ്യത്തിന് തന്നെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതും കൂടാതെ തന്നെ ഞങ്ങളുടെ ഉണ്ടായിരിക്കുന്ന ഒരു അനുഭവം 2006 കൊച്ചി സിറ്റിയിൽ വെച്ചിട്ട് കുട്ടികൾ സ്കൂൾ ഗോയിങ് ചിൽഡ്രനും പോലീസും തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. കുട്ടികളോട് ഞങ്ങൾ സ്കൂളിലേക്ക് ഞങ്ങൾ ആ ശില്പശാലയിലേക്ക് കയറി വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരു തുണ്ട് പേപ്പർ കൊടുത്തിരുന്നു, നിങ്ങൾക്ക് പോലീസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്തെന്ന് രേഖപ്പെടുത്താൻ പറ്റും. പക്ഷെ അവർ പലരുടെയും രേഖപ്പെടുത്തൽ കണ്ടിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഞെട്ടിപ്പോയി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡയറക്റ്റ് എക്സ്പീരിയൻസ് പോലീസുമായിട്ടുണ്ടോ? ആർക്കും തന്നെ ഇല്ല. ഡയറക്റ്റായിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു ആൾ ഇത്രയും മോശമായ കമൻറ്റ് പറയണമെങ്കിൽ അവനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന മാധ്യമങ്ങൾ എന്ന് പറയുന്ന മീഡിയ എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയാണ്, സിനിമയാകാം, വേറെ എന്തെങ്കിലുമൊക്കെയാകും. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഫുൾ ഡേ കുട്ടികൾ പോലീസുമായി ഇൻട്രാക്ട് ചെയ്യും, പോലീസ് സ്റ്റേഷനുകൾ വിസിറ്റ് ചെയ്യും, പോലീസ് പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയൊക്കെ ചെയ്തപ്പോൾ
തിരിച്ചു പോകുന്ന സമയത്ത് വേറൊരു പേപ്പർ കൊടുത്ത സമയത്ത് അവർക്ക് പോലീസിനെ കുറിച്ചുള്ള അഭിപ്രായം മാറി. ഇവിടെ പോലീസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ വെറും ഒരു നേരത്തെ പോലീസുകാരെ സൃഷ്ടിക്കാനുള്ള ഒരു പ്രസ്ഥാനമല്ല എങ്കിലും ഏതൊരു പ്രസ്ഥാനത്തെയും കുറിച്ച് അടുത്തറിയുമ്പോഴാണ് അതെന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ അഭിപ്രായമാണ് അന്ന് കുട്ടികളിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു അഭിപ്രായമാണ്, ഒരു ആവശ്യമാണ് പോലീസും കുട്ടികളും തമ്മിൽ നിരന്തരമായി ഇടപഴകുന്ന ഒരു സംവിധാനം ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ NSS NCC എന്നൊക്കെ ഉള്ളതിനെ പറ്റി NCC എന്ന് പറയുന്നത് ഡിഫൻസ് ഫോഴ്സിൻ്റെ ഒരു സെക്കൻഡ് ലൈനാണ്. അത് അങ്ങനെയാണ് അതിനെ രൂപം പ്രാപിച്ചിരിക്കുന്നത്. അത് ഡിഫൻസിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, ബോർഡർ ഏരിയകളിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വന്ന് കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുന്ന പദ്ധതി. പക്ഷേ ഇത് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്നുള്ളൊരു പദ്ധതി പോലീസിൻ്റെയും അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റേയും മറ്റ് ലോ എൻഫോഴ്സിങ് ഏജൻസികളായിരിക്കുന്ന ഫോറസ്റ്റ്, എക്സൈസ്, ട്രാൻസ്പോർട്ട് മുതലായവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒരു സമൂഹത്തിൻ്റെ യുവത്വത്തിൻ്റെ വികസനത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനമാണുള്ളത്. അല്ലാതെ നമ്മളിവിടെ കൂടുതലായിരിക്കുന്ന പോലീസുകാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ല ഇതുണ്ടാകുന്നത്. മറിച്ച് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എല്ലാം തന്നെ ഒരു രാജ്യത്തിൻ്റെ യുവത്വത്തെ ശരിയായ ദിശയിൽ കാര്യപ്രാപ്തിയോടുകൂടി വളർത്തിയെടുക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്നുള്ള പദ്ധതി. സർ, ഈ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതി കേരള പോലീസ് മാത്രം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പദ്ധതിയാണോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കേരള പോലീസ് നേതൃത്വം കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം തന്നെ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കേരള പോലീസും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുകയും കേരളത്തിലെ ഫോറസ്റ്റ്, എക്സൈസ്, സ്പോർട്സ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് മുതലായ വകുപ്പുകളുടെ സജീവമായ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എല്ലാവരുടെയും സജീവമായിരിക്കുന്ന പങ്കാളിത്തത്തോടും കൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്നുള്ള പദ്ധതി. സർ, ഏതൊരു പദ്ധതിയുടെയും സുഗമമായ നടത്തിപ്പിന് ആവശ്യമുള്ളത് നല്ലൊരു പശ്ചാത്തലം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സ്കൂളുകളിൽ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിനെ വരവേൽക്കാനായി എന്തൊക്കെ സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത്? സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്നുള്ള പദ്ധതി ഒരു പരിശീലന പരിപാടിയാണ്. അതായത് ഒരു 2 ഇയർ പരിശീലന പരിപാടിയാണ്. അതിൽ കുട്ടികളുടെ ശാരീരികമായ മാനസികമായ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. അതിൽ അവർക്ക് ഔട്ട്ഡോർ ട്രെയിനിങ് ഉണ്ട്. ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ശാരീരികമായിരിക്കുന്ന ട്രെയിനിങ്. അത് നടക്കുന്നതിന് ആവശ്യമായ ഗ്രൗണ്ട് ആവശ്യമാണ്. ഇത് കൂടാതെ പിന്നെ ക്ലാസ് റൂമുകൾ, എന്തായാലും സ്കൂളിൽ സാധാരണ നിലക്ക് ക്ലാസ് റൂമുകൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ IT പ്രാധാന്യം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ നടത്തുന്നതുകൊണ്ട് അവിടെ മറ്റ് IT എയ്ഡ്സും ഉണ്ടായിരിക്കും. പിന്നീട് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിനുള്ള ഒരു താല്പര്യം അവിടുത്തെ പ്രധാനാധ്യാപികർക്കും മറ്റ് ടീച്ചർമാർക്കും, വിശിഷ്യ 1-2 ടീച്ചർമാരെങ്കിലും ഈ പരിപാടി ഏറ്റെടുത്ത് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യവും കാണിക്കണം. അതോടുപരി ഒരു സജീവമായ ഇത്തരം കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ഒരു PTA കൂടി ഈ പദ്ധതി ഏറ്റെടുത്ത് നടക്കുന്നതിന് ഒരു സ്കൂളിന് വളരെ അത്യാവശ്യമാണ്. സർ, ഏതൊക്കെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്? അങ്ങനെ ഉൾപ്പെടുത്തുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും യോഗ്യത വേണമെന്നുണ്ടോ? സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്നുള്ള പദ്ധതി 8ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലാണ് ഇതിൻ്റെ എൻട്രി ലെവൽ എന്ന് പറയുന്നത്. 8ാം ക്ലാസ്സിൽ തുടങ്ങി 9ാം ക്ലാസ് കഴിയുന്നതോടുകൂടി അവസാനിക്കുന്ന 2 ഇയർ ട്രെയിനിങ് പ്രോഗ്രാമാണ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്. അതുപോലെ 11ാം ക്ലാസ്സിൽ തുടങ്ങി 12ാം ക്ലാസ് അവസാനിപ്പിക്കുന്നതാണ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ 2 വർഷത്തെ പരിശീലന പരിപാടി. ഇപ്പോഴും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തു വരുന്നത് 8ാം ക്ലാസ്സുകാർക്കാണ്, 8ാം ക്ലാസ്സിലുള്ള എൻട്രിക്കാണ്. മോർ ദാൻ 80% 80 to 90% ഓഫ് നമ്മളുടെ വിദ്യാലയങ്ങളും സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിന് വേണ്ടിയിട്ട് പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വിദ്യാലയങ്ങളും ഹൈസ്കൂളുകളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിൽ പങ്കാളിയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് നിശ്ചിതമായിരിക്കുന്ന ശാരീരിക യോഗ്യത ആവശ്യമാണ്. അതോടുകൂടി തന്നെ അവൻ്റെ നല്ല മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ ഔട്ട്ഡോർ എക്സസൈസസ് ഒക്കെ ഉള്ളതുകൊണ്ട് ശാരീരിക മറ്റു രോഗങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇത് പ്രയാസകരമായിരിക്കും. അതുപോലെ തന്നെ രക്ഷിതാവിൻ്റെ സമ്മതപത്രം വളരെ നിർബന്ധമാണ്. കാരണം കുട്ടി ഇന്ന് നമ്മളെ ട്രെയിനിങ് സ്കൂൾ ബേസ്ഡ് ആണെങ്കിൽ നാളെ ഒരുപക്ഷെ ജില്ലാടിസ്ഥാനത്തിലായിരിക്കും. നെക്സ്റ്റ് ഡേ ചിലപ്പോൾ ട്രിവാൻഡ്രത്തോ വേറെ ഹൈദരാബാദിലോ ഒക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നു. അവരുടെ പരിശീലനത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള മൂവ്മെൻറ്റും ഒരുപക്ഷെ ആവശ്യമായി വരും. അതുപോലെ തന്നെ ഇത് അറ്റ്ലീസ്റ്റ് 50% മാർക്കെങ്കിലും പ്രീവിയസ് എക്സാമിനേഷനിൽ ഉണ്ടായിരിക്കണം.
ഇനി ഇതാണ് മിനിമം യോഗ്യതകൾ കൂടാതെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ചില സ്കൂളുകളിൽ 8ാം ക്ലാസ് ഡിവിഷൻ 8ഉം 10ഉം ഒക്കെ ഉള്ള ക്ലാസ്സുകളിൽ 500 കുട്ടികളൊക്കെ ഇതിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരുന്നു, മുന്നോട്ട് വന്നിരുന്നു. നമ്മൾക്ക് ഒരു വർഷത്തേക്ക് വേണ്ടത് വെറും 44 കുട്ടികളെയാണ് ഒരു ബാച്ചിലേക്ക്, ഫസ്റ്റ് ഇയർ ബാച്ചിൽ. അപ്പോൾ അത് വരുമ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി കായികക്ഷമതയും മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ കഴിവുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെലക്ഷൻ പ്രൊസീജിയർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിശദമായിരിക്കുന്ന വിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും അതുപോലെ എല്ലാ സ്കൂളുകളിലേക്കും ഞങ്ങൾ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും യോഗ്യതകളാണ് ഒരു കുട്ടിക്ക്. സർവോപരി ഒരു വില്ലിങ്നെസ് ടു ചേഞ്ച്, ഇതൊരു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആൻറ്റിബയോട്ടിക്സ് പോലെയുള്ള ഒരു സാധനമാണ്. ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന സമയത്ത് ആർക്കും എന്ത് കഴിക്കാൻ പറ്റില്ല, അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിർത്തി കഴിഞ്ഞാൽ ആർക്കും അതിൻ്റെ എഫക്റ്റ് കിട്ടിയിട്ടില്ല. ഇതുപോലെ ഇതൊരു വളരെ മെറ്റിക്കുലസ്ലി പ്ലാൻഡ് ആയിരിക്കുന്ന 2 ഇയർ ട്രെയിനിങ് പ്രോഗ്രാം A to Z വരെ, അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരേപോലെ സജീവമായിരിക്കുന്ന പങ്കാളിത്തത്തോടുകൂടി എത്തുമ്പോൾ മാത്രമാണ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്നുള്ള പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. സർ, സാമൂഹ്യ സേവന രംഗത്ത് കൂടി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാൻ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നുവെന്ന് പറഞ്ഞല്ലോ. ഏതെല്ലാം സാമൂഹ്യ ക്ഷേമ പദ്ധതികളാണ് ഈ പദ്ധതിയിലൂടെ ഏറ്റെടുത്ത് നടത്തുന്നതെന്നൊന്ന് വിശദീകരിക്കാം. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്നുള്ള പദ്ധതി 4 ഘട്ടങ്ങളിലായിട്ട് 4 വിവിധ രീതികളിലുള്ള പ്രവർത്തന പദ്ധതികൾ ഇതിനകത്തുണ്ട്. അതിലൊരു ഭാഗം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തനത്തിൽ പരിശീലനം നൽകുക. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കേഡറ്റുകളെ നമ്മൾ അവിടെ വെച്ചിട്ട് സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യിക്കുക എന്നുള്ളതല്ല മറ്റുള്ളവരൊക്കെ. അതിനേക്കാളൊക്കെ ഉപരി ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതിനാവശ്യമായ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്, ട്രെയിനിങ്ങിന് ആവശ്യമായ പരിശീലന പരിപാടികൾ മാത്രമേ കൊടുക്കൂ. ഉദാഹരണത്തിന് മൈട്രി എന്ന് പറഞ്ഞാൽ എൻ്റെ മരം പദ്ധതിയുണ്ട്. എൻ്റെ മരം പദ്ധതിയുടെ ഉദ്ദേശിക്കുന്നത് ഈ ആഗോളതാപം വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പറയുന്നു. ആഗോളതാപം വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ചെറിയ കുട്ടികളാണ്. ഇവരുടെയൊക്കെ ഭാവിയാണ് ഒരു പക്ഷേ ഇത് വളരെയധികം പ്രയാസത്തിലേക്ക് നയിക്കുക. അപ്പോൾ അതിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമ്മൾ കേരളം തന്നെ പറയുന്ന ഒരു മറുപടിയാണ്, ആഗോളതാപം വർദ്ധിക്കുന്നതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ മരമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുട്ടി ഒരു മരം വെക്കുക. നമ്മളവിടെ പലപ്പോഴും ചടങ്ങുകളാകാറുണ്ട് മരം വെക്കൽ. അതിന് ബദലായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താ, ഒരു കുട്ടിയെ കൊണ്ട് ഒരു മരം വെച്ച് വളർത്തുന്നതിന് പ്രേരിപ്പിക്കുക. അങ്ങനെ 2 വർഷം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും മരം വെച്ച് പിടിച്ച് വളർത്തുന്നുണ്ടോ. കൂടാതെ അവൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഒരു മരം വെച്ച് പിടിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എൻ്റെ മരം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ഇഷ്യൂവിനെ മനസ്സിലാക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും അതിന് വേണ്ടുന്ന പരിഹാര മാർഗ്ഗങ്ങൾ എന്തെന്നുള്ളത് ചിന്തിക്കാനും പ്രേരിപ്പിക്കുകയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ബാഡ്നസ് എന്ന് പറയുന്ന ഒരു പദ്ധതി സ്കൂളുകൾ ബേസ് ചെയ്ത് നടക്കുന്നു. അത് നാർക്കോട്ടിക് സബ്സ്റ്റൻസസ്, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചിട്ട് കേഡറ്റുകളെ പറഞ്ഞ് മനസ്സിലാക്കുകയും കേഡറ്റുകൾ വഴി മറ്റു കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. കാരണം സ്വയം മനസ്സിലാക്കുകയും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടെന്ന് വരുന്നൊരവസ്ഥ വരുമ്പോൾ അവ കൂടുതൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാവും എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ രീതിയിൽ ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം ചെയ്യുന്നത് ഈ റെസ്പോൺസിബിൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് 2022 എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ എന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ വളരെ കൂടുതലായിരിക്കും. അത് പലതരം വേസ്റ്റുകളുണ്ട്. നമ്മളുടെ നിത്യോപയോഗത്തിൽ ഉപയോഗിക്കുന്ന വേസ്റ്റുകളുണ്ട്, വേസ്റ്റുകളുണ്ട്, ഇങ്ങനെ പല വേസ്റ്റുകളുണ്ട്. ഇതെല്ലാം തന്നെ ഒരു പക്ഷേ ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഒരു ഏജൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടോ പ്രശ്നങ്ങൾ കൊണ്ടോ തീരുന്നതല്ല. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മളുടെ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിലും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന കാര്യത്തിലും ഒരു ഉത്തരവാദിത്ത ബോധത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കഴിയുള്ളൂ. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ നമ്മളുണ്ടാക്കുന്ന ഒരു പ്ലാസ്റ്റിക് പേപ്പർ ഭൂമിയിൽ ലയിച്ച് ചേരണമെങ്കിൽ വർഷങ്ങളെടുക്കും, ചിലപ്പം 1,00,000 വർഷം എടുക്കുന്നൊക്കെയാണ് ചിലർ പറയുന്നത്. എന്നാൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക് പേപ്പർ നിർബാധം വാങ്ങിച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു തുണിക്കടയിൽ നിന്നും ഒരു പേപ്പർ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് കവർ ഒരു പക്ഷേ പല പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിക്കുകയും വലിച്ചെറിയുകയും ചെയ്യുകയും ചെയ്യുന്നത്. വലിച്ചെറിയുന്നതെല്ലാം ഈ മണ്ണിലേക്ക് പിന്നെ വെള്ളം പതിയാത്ത രീതിയിൽ പതിഞ്ഞു പോകുന്നതാണ്. അതവിടെ തരിശുഭൂമികൾ ഉണ്ടാക്കാനാണ് പ്രേരിപ്പിക്കുക. ഇത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷണങ്ങൾ അനാവശ്യമായിട്ട് കളയുന്നത്. ഒരുപാട് കുട്ടികൾ ഈ ലോകത്തിൽ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുമ്പോഴാണ് ഇവൻ ഭക്ഷണം വലിച്ചെറിയുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യകത, ഭക്ഷണം വലിച്ചെറിയാതിരിക്കുന്നതിന് ആവശ്യത്തിന് മാത്രം ഭക്ഷണം എടുക്കാൻ ഉപയോഗിക്കുന്നതിനെ പറ്റി പ്രേരിപ്പിക്കുക. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കിയാൽ കേരളത്തിൻ്റെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾ, കോഴിമുട്ട മുതലായ എല്ലാം തന്നെ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും കൊണ്ടുവരിക.
ഈ വേസ്റ്റ് ഡീഗ്രേഡബിൾ ആയിരിക്കുന്ന വേസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ചെറിയ ഒരു നമ്മളെ മനോഭാവത്തിലുള്ള മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് നമുക്ക് വെജിറ്റബിൾ ഉണ്ടാക്കാനും അതുപോലെ കോഴി കുഞ്ഞുങ്ങളെ വളർത്താനും ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ചിന് വേണ്ടിയിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുന്നതിനാണ് റെസ്പോൺസിബിൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് 2022 എന്നുള്ള പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് 2022 ആകുമ്പോഴേക്കെങ്കിലും ഒരു റെസ്പോൺസിബിൾ ആയിരിക്കും, ഉത്തരവാദിത്വ ബോധത്തിലുള്ള രീതിയിലുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജനം സമൂഹം ഏറ്റെടുത്ത് നടക്കുന്നതിന് ഉള്ള ഒരു വഴിയൊരുക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഈ ടോട്ടൽ ഹെൽത്ത് എന്നുള്ള ഒരു പരിപാടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ടോട്ടൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ശാരീരികവും മാനസികവും അതേപോലെ തന്നെ അവർ മറ്റു രീതിയിലുള്ള വളർച്ചയ്ക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ഓർഗനൈസ് ചെയ്യാം. ശുഭയാത്ര എന്ന് പറയുന്ന രീതി, റോഡ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പിന്നെ റോഡിൽ വെച്ച് മരണപ്പെടുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ള. കേരളത്തിൽ കഴിഞ്ഞ വർഷം 4250 ആളുകൾ റോഡുകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സാധാരണ അച്ഛനമ്മേൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പേടിയെന്ന് പറയുന്നത് കുട്ടിയെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നവരെ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു അച്ഛനെ സംബന്ധിച്ചോളം അമ്മയെ സംബന്ധിച്ചോ പേടിയാണ്. കാരണം അവർ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ തിരിച്ച് എത്തുമ്പോൾ അപകടം പറ്റുമോ എന്നൊക്കെ. ഇതിന് കുട്ടികളെ എങ്ങനെ റെസ്പോൺസിബിളായി റോഡ് മര്യാദകളും റോഡ് നിയമങ്ങളും ലംഘിക്കപ്പെടുമ്പോഴാണ് റോഡിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അത് സ്വയം മനസ്സിലാക്കുകയും ഏറ്റവും ചുരുങ്ങിയത് 10 സഹപാഠികളെയും ബന്ധുക്കളെല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റോഡ് ഈ ശുഭയാത്ര എന്നുള്ള പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉള്ള 7 പ്രോജക്റ്റുകളും സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വളർത്തിയെടുക്കുന്നതിനായി 7 പ്രോജക്റ്റുകൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ഇതുകൂടാതെ ഫ്രണ്ട്സ് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ വളരെ ഇമോഷണലി ടച്ചിങ് ആയിരിക്കുന്ന ഒരു പദ്ധതി കൂടി ഇതിൻ്റെ ഭാഗമുണ്ട്. അതായത് കേരളത്തിൽ തന്നെ അവൻ്റെ കുട്ടികളുടെ യഥാർത്ഥ അതേ ഏജിലുള്ള നിരവധി കുട്ടികൾ ശയ്യാലംബരായിട്ട് വീടുകളിൽ കിടക്കുന്ന കുറേ പേരെങ്കിലും ഉണ്ട്. കാരണം പല പോളിയോ ബാധിച്ചിട്ടോ പല അസുഖങ്ങൾ പിടിച്ചിട്ടോ ആക്സിഡൻറ്റ് പറ്റിയിട്ടോ ഒക്കെ. ഇപ്പോൾ കോഴിക്കോട് തന്നെ ഞങ്ങൾ നടത്തിയിരിക്കുന്ന ഒരു സർവേ അനുസരിച്ച് സർവശിക്ഷാ അഭിയാൻ നടത്തിയിരിക്കുന്ന സ്റ്റഡി അനുസരിച്ചിട്ട് ഏകദേശം 1050ഓളം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സ്കൂളിൽ പോകാൻ പറ്റാതെ കിടക്കുന്നു. ഇതേ സമയം തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഇംഹാൻസ് എന്ന് പറഞ്ഞ മെൻ്റൽ ഹെൽത്ത് ഈ ഇംഹാൻസ് എന്ന് പറയുന്ന കോഴിക്കോട്ടെ ഒരു ഏജൻസി നടത്തിയിരിക്കുന്ന വേൾഡ് ഒരു സെൻറ്റർ ഫോർ എക്സലൻസ് നടത്തിയിരിക്കുന്ന സ്റ്റഡി അനുസരിച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് നടത്തിയിരിക്കുന്ന സ്റ്റഡി അനുസരിച്ചിട്ട് കേരളത്തിലെ 30% അഡോളസെൻറ്റ് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് ജീവിതം മടുത്തു എന്നുള്ള. ഈ ജീവിതം മടുത്തത് ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളെക്കുറിച്ചിട്ട് മാത്രം ചിന്തിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ജീവിക്കാനുള്ള ആളുകളെ കാണുമ്പോൾ അത് ഒരു പക്ഷേ ഈ പറഞ്ഞ തെറ്റിദ്ധാരണയ്ക്ക് മാറും. അങ്ങനെ നമ്മൾ ഈ കുട്ടികളെ ഈ ബെഡ് റിഡൺ ആയിരിക്കുന്ന കുട്ടികളെ വീടുകളിൽ പോയി കാണുകയും ഇവർ പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവസരം കൊടുക്കുകയും അവർക്ക് അല്പനേരം കൂട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനം. അതേമാതിരി ഓൾഡ് ഏജ് ഹോമുകളിലും മെൻ്റലി റിട്ടാർഡഡ് ഹോംസിലൊക്കെ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതും ഈ പദ്ധതിയുടെ അങ്ങനെ കുട്ടികളുടെ സാമൂഹ്യ പ്രതിബദ്ധതയും ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പരിപാടികളാണ് ഈ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലൂടെ സോഷ്യൽ പ്രോജക്ട്സ് ആയിട്ട് നമ്മൾ നടപ്പിലാക്കി വരുന്നത്. ഒരു ഉത്തമ പൗരനായി വളരുന്നതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളിലെ സാമൂഹിക പ്രതിബദ്ധത വളർത്തുകയും മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങി സാമൂഹ്യ വിപത്തുകൾ തുടച്ചു നീക്കാനുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ SPC വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്നു. ഈ ശുഭയാത്ര എന്ന് പറഞ്ഞ പരിപാടി എങ്ങനെ ഭംഗിയായി നടപ്പാക്കാം, ഒന്ന് വിശദീകരിക്കാമോ? ശുഭയാത്ര എന്നുള്ളത് പിന്നെ ഒരു റോഡ് സെൻസ് ആൻഡ് അവയർനെസ് വർദ്ധിപ്പിക്കുക, റോഡിൻ്റെ ഉപയോഗം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ പിന്നെ നമ്മൾ നിരവധി രീതികളിലുള്ള നിരവധി ആക്ടിവിറ്റീസ് ഇതിൻ്റെ ഭാഗമായി നടത്താറുണ്ട്. അതിലൊന്ന് നമ്മൾ ആളുകളെ വഴിയിൽ ഹെൽമറ്റൊക്കെ ധരിക്കാത്ത ആളുകളെ കുട്ടികൾ തന്നെ തടഞ്ഞു നിർത്തി കുട്ടികൾ അവർക്ക് ഈ കാർഡ്, ഒരു യെല്ലോ കാർഡ് അവർ കൊടുക്കാറുണ്ട്. അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാറുണ്ട്. അത് പറഞ്ഞ് ചില ആളുകൾ, കാരണം ഇവർ കുട്ടികൾ ഇത് കൊടുക്കുക വഴി ഒരു കാര്യമുണ്ട്. കുട്ടികൾ മനസ്സിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഒരു അപകടത്തിൽപ്പെട്ടാൽ
എന്നെപ്പോലെ എൻ്റെ സഹപാഠിയെ പോലെയുള്ള ഒരു കുട്ടിക്കാണ് എൻ്റെ അച്ഛനാണ് എന്തെങ്കിലും സംഭവിക്കുന്നത്, അവൻ എന്തെങ്കിലും സംഭവിക്കുന്നു, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുട്ടിയുടെ പഠനവും ആ കുട്ടിയുടെ ജീവിതവുമാവും പ്രയാസപ്പെടുന്നത്. അതുകൊണ്ട് അവരെ ഓർത്തെങ്കിലും എന്ത് ചെയ്യരുത്, നിങ്ങൾ നിയമം അനുസരിക്കുക എന്നുള്ള ഒരു ഭാഷ്യത്തിലാണ് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ ആക്സിഡൻറ്റ് വിക്ടിംസിനെ ആയിട്ട് കുട്ടികൾ ഇൻട്രാക്ട് ചെയ്യുന്ന സംഭവം, അതേപോലെ അവരുടെ വിദ്യാലയത്തിൻ്റെ പരിസരം ആക്സിഡൻറ്റ് ഫ്രീ സോണാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നത്, അവരുടെ സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികളെ റോഡ് ക്രോസ് ചെയ്യുന്നതിനും മറ്റും സഹായിക്കുക, കുട്ടികളെ മറ്റ് വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റി വിടുന്നതിന് ക്യൂ ഫോർമേഷനും ബസ് കയറ്റുന്നതിനും സഹായിക്കുക എന്നിങ്ങനെ ഉള്ള നിരവധി പരിപാടികളാണ് ശുഭയാത്രയിൽ. ഈ മഞ്ഞക്കാർഡിൻ്റെ പിന്നിലൊരു ഉദ്ദേശം കൂടി, ഒരു ഹിഡൻ എന്താ പറയുക, ഒരു ഇൻഫർമേഷനും കൂടി ഉണ്ട്. മഞ്ഞക്കാർഡ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ നമ്മൾ സാധാരണ കൊടുക്കുന്നത് എങ്ങനെയാണ്, അത് കഴിഞ്ഞാലുള്ളത് റെഡ് കാർഡാണ്. റോഡ് ആക്സിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ റെഡ് കാർഡ് വാങ്ങാൻ ആരും നിൽക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് മഞ്ഞക്കാർഡിൽ തന്നെ ആളുകൾ സ്വഭാവത്തിൽ